ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ വീക്ക് മുതൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കൃത്യം ചാപ്റ്റേഴ്സ് വെച്ച് റിവിഷനായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റിന്റെ സ്ട്രെങ്ത് കിട്ടിക്കോട്ടെ കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. എല്ലാ ക്ലാസ്സിലും എന്തായാലും ഒരു 50 എന്താ പറയാ, കുറച്ച് സെക്ഷൻസ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റാൻഡ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോവാം. എവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചോ. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് വരും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കൂടി വായിക്കാം. നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഏതൊക്കെ ടൈപ്പ് ആണെന്നൊന്ന് റിലേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും, മൈൻഡ് സാറ്റിസ്ഫൈഡ് ആവും, അവിടെ പോകും കേട്ടോ. ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ടോ അതെല്ലാം തീർക്കണം ഓരോ ഡൗട്ട് വരുമ്പോഴും കേട്ടോ. ഓക്കെ, ഞാൻ വായിക്കാം. എ കോർഡിനേഷൻ കോമ്പൗണ്ട് CrCl3.4H2O precipitate silver chloride when treated with silver nitrate full stop. The molar conductance of its solution correspond to a total of 2 ions. Write the structural formula of the compound and name it. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കും, എക്സസൈസ് എടുക്കും, അല്ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും. ആ ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ ആണത്. അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സസൈസ് ബാക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാ ക്ലാസ്സുകളിലും കൊണ്ടുവരട്ടെ. വായിച്ചു കിട്ടിയല്ലോ, അന്ന് വായിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഓക്കെ, അതിന്റെ ആൻസർ എന്താ? എന്നിട്ട് ഈ ആൻസറിലേക്ക് വരാം. അതിന്റെ ആൻസർ എന്താ? അത് ഒരെണ്ണം ഡബിൾ സോൾട്ട് ആണ്. എന്തുകൊണ്ടാണ് ഡബിൾ സോൾട്ട് ആയത്? ഏത് ഡബിൾ സോൾട്ട്, ഏത് ഡബിൾ സോൾട്ട് അല്ല? അവിടെ അവർ പറയുന്നതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ 1:1 എന്നും വേറെ പല മോളിക്യൂളും തരും. മനസ്സിലായി? ഇതുപോലെ പല മോളിക്യൂൾ തരും. കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് എങ്കിൽ നോർമലി അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പൊ അവിടുത്തെ സെൻട്രൽ മെറ്റലാറ്റം ആ സെൻട്രൽ മെറ്റലാറ്റം കിട്ടത്തില്ല. ആ ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ വായിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ഒരേ കാറ്റഗറിയാണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ കേട്ടോ, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ബാക്കി വേറെ സ്ഥലത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ക്ലിയർ ചെയ്തു. ഐസോമറിസിൽ നിന്ന് എങ്ങനെ ചോദിക്കും, ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ചോദിക്കും, അങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ വെറൈറ്റി നോക്കുക. എന്നാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ CrCl3.4H2O precipitate ഉണ്ടായി എന്നാണ് പറയുന്നത്. precipitate ആരായിട്ട് റിയാക്ട് ചെയ്തപ്പോ? AgNO3 സിൽവർ നൈട്രേറ്റ്. നിങ്ങൾ പ്രാക്ടിക്കൽ പഠിക്കുന്ന കുട്ടികളല്ലേ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എവിടെയാണ് വരുന്നത്? ഓർമ്മയുണ്ടോ? AgNO3 ആഡ് ചെയ്യുമ്പോൾ AgCl വരുമ്പോഴാണ് കേട്ടോ. ഓക്കെ, അത് പഠിച്ചല്ലേ? ഏതാ പ്രാക്ടിക്കൽ ആയില്ലേ? എല്ലാവരും പ്രാക്ടിക്കൽ സ്കീം പഠിച്ചോ? കറക്റ്റ് ഓർഡറിൽ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം കേട്ടോ എന്നോടൊപ്പം, അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. എന്തായാലും വാട്ടറും ഏജിയായിട്ട് റിയാക്ട് ചെയ്യുമോ? ഇല്ല അല്ലെ? വെള്ളവും ഏജിയായിട്ട് അല്ലെ? ഏജി ഒരു മെറ്റലാണ്, വാട്ടറായിട്ട് ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ വന്നേക്കുന്നത് AgCl ആണ്. AgCl ഉണ്ടാവും. അത് 2AgCl ഉണ്ടാവും, 3AgCl ഉണ്ടാവും. കാരണം Cl എത്രണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പക്ഷെ AgCl ഉണ്ടാവും അല്ലെ? കാരണം എന്താ? ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, AgCl. അടുത്ത വേർഡാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ എത്ര അയോൺ ഉണ്ടായി എന്നാ പറയുന്നത്? ആകെ എത്ര അയോൺ ഉണ്ടായുള്ളൂ? 2 അയോൺ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, CrCl2H2O 4 times Cl. ഇതാണ് അതിന്റെ ആൻസർ. എന്തുകൊണ്ടാ?
ഇത് വെള്ളത്തിലിട്ടാൽ എത്രയായിട്ട് വരും? കാറ്റയോൺ ആൻഡ് ആനിയോൺ, 2 അയോൺ ഉണ്ടായി. 3 അയോൺ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ Cl2 ആവും. ഐഡിയ മനസ്സിലായോ? ഇത് വാട്ടറിൽ ഇട്ടാൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? വാട്ടറിൽ ഇട്ടാൽ Cr Cl2 H2O എത്രയാവും? 4 ടൈം പ്ലസ് എന്ത് വരും? Cl മൈനസ് പ്ലസ്. ഈ ക്വസ്റ്റിനിൽ തന്നെ 3 രീതി ചോദിക്കാം. ഈ AgNO3 കിട്ടിയപ്പോൾ നോ റിയാക്ഷൻ ആണ് എങ്കിൽ കോമ്പൗണ്ട് പേര് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? ഇതിപ്പോ ഇതാണ് ആൻസർ കേട്ടോ. ഇനി ഈ ആൻസർ എഴുതിക്കോ, എന്നിട്ട് കഥ പറയാം, അല്ലെങ്കിൽ ഇതാവും കേട്ടോ. ഓർത്ത് നോക്കുക. ആൻസർ എന്താ? ഇതാണ്. എന്തുകൊണ്ടോ? ഈ കോമ്പൗണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? പ്ലസും മൈനസും 2 അയോൺസ് ആയി. ഇനി ഇതിലേക്ക് AgNO3 ആഡ് ചെയ്താൽ എന്ത് വരും? ഇതിലേക്ക് AgNO3 ആഡ് ചെയ്താൽ എന്ത് വരും? ഈ Cl-ഉം Ag-യും കൂടി ചേർന്ന് എന്ത് വരും? AgCl. AgCl ഉണ്ടാവും. പ്ലസ് എന്ത് പറ്റും? ഈ കോമ്പൗണ്ട് NO3 അതിന്റെ പുറത്ത് വന്നത്. അത്രേ ഉള്ളൂ. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ഈ കോമ്പൗണ്ട് ആണ് ആൻസർ. ഇതാണ് ആൻസർ. ചോദിച്ചോ. 3 അയൺസ് ആണെങ്കിൽ ഈ എല്ലാ ക്ലോറിനും പുറത്താവും. Cl2 ആവും. ഇവിടെ Cl2 ഒരെണ്ണം പ്ലസ്. അപ്പൊ എത്രയായി? 2Cl പ്ലസ്. അപ്പൊ എത്ര അയോണായി ടോട്ടൽ? ഇത് 2ഉം ഇത് 1ഉം. അപ്പൊ എത്രയാവും? 3. 4 അയോണായി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എല്ലാ Cl-ഉം പിടിച്ച് പുറത്താവും. മനസ്സിലായോ? 4 അയോൺ. ഐഡിയ മനസ്സിലായോ? 4 അയോൺ എന്ന് പറഞ്ഞാൽ ഈ Cls എല്ലാം പുറത്തുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ടോപ്പിക് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ രണ്ടാമത്തെ ടോപ്പിക്. ടെക്സ്റ്റ് ബുക്കില് ഡബിൾ സോൾട്ട് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി അങ്ങനെയുള്ളൂ. പക്ഷെ അതിന്റെ ഒരു വേർഷൻ ആണ് ആക്ച്വലി വരുന്നത്. ഇത് റിയാക്ട് ചെയ്യില്ല, പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന് ആൻസർ? പുറത്ത് H2O വരും. കണ്ടോ? ഓർത്ത് വെക്കുക. ഇത് റിയാക്ട് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ വരുന്നത് Cr Cl3 H2O ത്രൈസ് ഇപ്പുറത്ത് ഡോട്ട് H2O ഇങ്ങനെ വരും കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് റിയാക്ട് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ. അപ്പോ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ടൈപ്പും പഠിക്കാൻ പറ്റണം. ഒറ്റ ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ടൈപ്പും പഠിക്കാൻ പറ്റണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കേട്ടോ, തോന്നേക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ളൂ. പക്ഷെ അവർ ചോദിക്കുന്ന കണ്ടമാനം വെറൈറ്റി ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് ഇതുണ്ടോ? ഇതിൽ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലെ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഓർത്ത് നോക്കുക. അവരുടെ ചോദ്യം ഇതായിരുന്നു. നിങ്ങൾ പോകുന്ന ആൾക്കാർ ഇതിലേക്ക് വരിക. ക്വസ്റ്റ്യൻ ഇതാണ്. എ കോർഡിനേഷൻ കോമ്പൗണ്ട് CrCl3.4H2O precipitate silver chloride when treated with silver nitrate. The molar conductance of its solution correspond to a total of 2 ions. Write the structural formula of the compound and name it. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ വേർഡ് ആണ്. എന്താണ്? ഡബിൾ സോൾട്ട് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി. അതിൽ നിന്നാണ് ഇത് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇവർക്ക് സഹോദരിയുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ക്ലിയർ ചെയ്യണം കേട്ടോ. ഒരു ത്രെഡ് ഉള്ളൂ, അത് അതിന്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. AgNO3 ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ Ag വാട്ടറും ചെയ്യില്ല. AgCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് പ്രാക്ടിക്കലിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പ്രാക്ടിക്കലില്. അപ്പോ ഓർത്ത് നോക്കുക, AgCl വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇനി അവർ തന്നേക്കുന്ന ക്ലൂവില് പറഞ്ഞേക്കുന്നത് 2 അയോൺസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ക്ലോറിൻ പുറത്ത് ഇടാം. 3 അയോൺസ് എന്ന് പറഞ്ഞാൽ 2 ക്ലോറിനും ഈ ടോട്ടൽ ഇതും വരും. അപ്പൊ 2Cl മൈനസും ഒരു പ്ലസും വരും കേട്ടോ. ഓക്കെ. ഇതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വേറെ കിട്ടില്ല. ആൻസർ കീയിൽ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താ? ഇത് ആൻസറുകൾ വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് അതുണ്ടാവില്ല? അതുകൊണ്ട് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ. ഇനി ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉറപ്പിനെ വായിച്ചേ. എക്സസൈസ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സുകളിലും ടെക്സ്റ്റ് ബുക്കും ഇതും കൊണ്ടുവരണം കേട്ടോ. ഓക്കെ. ഈ ബുക്കും കൊണ്ടുവരണം കേട്ടോ. വായിച്ചു ഉറക്കനെ വായിച്ചേ. Mixed with aqueous ammonia in 1:4 molar ratio does not give the test of copper ion, copper reduced ion. Explain why.
ഇത് കണ്ടോ, ഈ ബുക്കിൽ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റിനാ. നിങ്ങൾ ഏത് ക്വസ്റ്റൻ എടുത്തോ, ഇതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റൻ ആണിത്. വിത്ത് ആൻസർ ഉണ്ട്. ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഇതിൽ 2 മോളാണ് തന്നേക്കുന്നത്. ഇത് CrCl3 അല്ലേ, .6H2 തന്നേക്കുന്നത്, മിക്സ്ഡ് വിത്ത് AgNO3. 2 മോൾ ഓഫ് AgCl ഫോം ചെയ്തു കേട്ടോ. ഈ ക്വസ്റ്റിന്റെ ഇതില് നിങ്ങൾക്ക് ഈ പാസ്റ്റ് ഇയർ തരുമ്പോ ഏത് ടോപ്പിക് പഠിക്കുമ്പോഴും ഇതിലൊരു 4-3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പോവാ. നോമൻക്ലേച്ചർ കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കില് കിടക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, ഇവിടെ കിടപ്പുണ്ട്. CrCl3.6H2O is mixed with AgNO3. 2 mole of AgCl are precipitate per mole of the compound. Write the IUPAC name of the complex. കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു PDF ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഒക്കെ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുക പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ തെറ്റിപ്പോകും. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഏരിയ. അത് കറക്റ്റ് ആയിട്ട് നോക്കി നിങ്ങൾ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. കണ്ടമാനം ക്വസ്റ്റ്യൻസുകളിലേക്കും വെറൈറ്റി ക്വസ്റ്റ്യൻസിലേക്കും ഇന്നേ വരാത്ത കാണാത്തതിലേക്കൊക്കെ പോവാം. പക്ഷെ നമ്മുടെ ബേസിക് പാറ്റേൺ എന്ന് പറയുന്ന ഒരു 80% അല്ലെങ്കിൽ 90% ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വ്യൂവിലും 10 to 20% മാത്രമാണ് പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുള്ളൂ CBSE ഓരോ വർഷവും. അല്ലെങ്കിൽ പിന്നെ ഈ വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടാക്കി തരാം. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കിട്ടില്ല. കാരണം ഇപ്പൊ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു അതിനെ നമുക്ക് വെറൈറ്റി ആക്കി തരാം, ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ വരില്ല നിങ്ങൾക്ക്. കാരണം എന്താ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെ ഓരോ വർഷം ഉണ്ടാക്കി എഴുതിയാണോ ഉണ്ടാക്കുന്നത്? ഇല്ല, പൂളിൽ നിന്ന് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് എടുക്കുന്നത്. നിങ്ങൾ നെറ്റിൽ നോക്ക് എന്ത് പ്രോസസ്സ് വെച്ചിട്ടാണ്. പണ്ടായിരുന്നു വെച്ചെങ്കിൽ കുറെ ആൾക്കാർ വെച്ചിട്ടായിരുന്നു കേട്ടോ. പണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു 10 years മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് KV ആയിരുന്നു. KV ഇവിടെ പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ പേപ്പേഴ്സ് വരും നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന അവരുടെ പേപ്പേഴ്സ് ആയിരുന്നു. ഇപ്പൊ അതല്ല, കറക്റ്റ് ഒരു പൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ 2 mole of AgCl are precipitated എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ? 2 mole എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടോ, ഓർത്ത് നോക്കാം. 2 mole അല്ലെ, 2 mole എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ തന്നെ വരും. കണ്ടോ, ഓർത്ത് നോക്കാം. 2 mole of precipitate എന്ന് പറയുകയാണെങ്കിൽ Cl2 കൊടുക്കേണ്ടി വരും. കാരണം 2 AgCl കൊടുക്കണം. മറ്റേതിൽ ആകെ 2 mole എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലൊന്ന് മറക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഡൗട്ട് ഏതോ ക്വസ്റ്റ്യൻ നമ്പർ പറ. 20. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ അതാണോ? കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ബൈ റൈറ്റിംഗ് ദ മേജർ ആൻഡ് മൈനർ പ്രോഡക്റ്റ് ഇൻ ഈച്ച് കേസ് ഓഫ് എനി 2. ഇതാണ് ചോദ്യം. അതില് CH3 CH2 CH2 Cl plus KNO2 കൊടുത്താൽ എന്ത് വരും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എങ്ങനെ വരും? KNO2 കൊടുത്താൽ എന്ത് വരും? നിങ്ങൾക്കറിയാം KCN കൊടുത്താൽ എന്ത് വരും? CN അല്ലെ. KCN കൊടുത്താൽ CN വരും അല്ലെ. ദെൻ AgCN കൊടുത്താൽ NC. അതുപോലെ KNO2 ഉണ്ട്, AgNO2 ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവ RCl പ്ലസ് KNO2 രണ്ടും ഓർത്ത് നോക്കാം, AgNO2. ഇതുപോലെ ഓർത്ത് നോക്കേണ്ടതാണ് KCN ആൻഡ് എന്തായിരുന്നു? AgCN. ദെൻ ഇവിടെ വരുന്നത് RONO. ഇവിടെ വരുന്ന എന്തായിരിക്കും? RNO2. ഇവിടെ വരുന്ന എന്തായിരിക്കും? RCN. ഇവിടെ വരുന്ന എന്തായിരിക്കും? RNC. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ KNO2 വരുമ്പോ ഞാനിത് ഓർത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: KNO2, KCN. ഈ രണ്ട് കേസസിലും N ഉണ്ടാവില്ല തുടക്കം. കണ്ടോ, ഓർത്ത് നോക്കുക. ഈ N ഇവിടെ ഉണ്ടാവില്ല, ജോയിൻ ചെയ്യുന്ന അതർ ആറ്റം ആയിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓർത്ത് നോക്കാം കേട്ടോ. അപ്പോ ഈ K വന്നാലേ, K വന്ന N വെച്ച് ഇത് കണ്ടോ, N വെച്ച് തുടങ്ങൂല. K വന്ന കണ്ടോ, ഇത് ഈ രണ്ട് സ്ഥലത്തും K ഉണ്ടാവും.
അപ്പൊ N വെച്ച് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കുന്നത്. എനിക്ക് മാറിപ്പോകുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന പഠിച്ച കിട്ടുന്ന കുട്ടികളായിരിക്കും, ഭയങ്കര ഭീകരന്മാരായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. അപ്പോ KCN എന്ന് പറയുന്നത് സ്ഥലത്തും KNO2ലും എന്ത് വെച്ച് തുടങ്ങൂല എന്നാ പഠിച്ചേക്കണേ? N വെച്ച്. ഈ രണ്ടിലും N ഇല്ലേ? ഉണ്ടോ? N വെച്ച് പറ്റൂല. അങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത്. എന്തെങ്കിലും ട്രിക്ക് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോകും. ഇവിടെ ONO, ഇത് NO2, ഇത് CN, ഇത് NC. ഓക്കെ, അടുത്തത് CH3 ട്രൈ CBr ആൽക്കഹോളിക് യോജ്. അത് എഴുതിയില്ലേ? ആ, ആൻസർ NO. ആൻസർ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ CH3 CH2 CH2Cl പ്ലസ് KNO2. അപ്പൊ എന്തായിരിക്കും ആൻസർ? NC ആവും അല്ലെ? അപ്പൊ CH3 CH2 CH2 ONO. KNO2 ചോദിച്ചത്. അപ്പൊ ONO കേട്ടോ, ഓർത്ത് നോക്കുക. CH3 CH2 CH2 ONO. ഞാൻ ബാക്കിയും കൂടി പറഞ്ഞതാ. ഇതിന്റെ ആൻസർ മാത്രം നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാർക്ക് പോരുതല്ലോ കേട്ടോ. ഓർത്ത് നോക്കുക. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, then CH3 CBr plus alcoholic AOH. ബീറ്റ എലിമിനേഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് വരും? ആൽക്കീൻ. ആൻസർ എന്തായിരുന്നു? 2-methyl propene. CH3 twice C double bond CH2 plus HI. അപ്പൊ എവിടെ വരും? CH3 twice C double bond CH2 plus HI. എന്ത് വരും? പറഞ്ഞു. എന്തായിരിക്കും വരുന്നത്? ഐ വരും അല്ലെ? അപ്പൊ ഇവിടെ ഐ വരും അല്ലെ? ഇവിടെ ഐ വരും, ഇവിടെ H വരും കേട്ടോ. ഓർത്തോ. എന്ത് റൂള്? മാർക്കോണിക്കോഫ് റൂൾ കേട്ടോ. ചാപ്റ്റർ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻ കേട്ടോ. ഓക്കെ, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായോ? ഡൗട്ട്? 22B. Write expression for the calculation of molar conductivity of ammonium hydroxide at infinite dilution according to a Colorus law. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്തായിരുന്നു? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്തായിരുന്നു? പറയേ. NH4OH. അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. അത് വാട്ടറിൽ ഇട്ടാൽ എങ്ങനെയിരിക്കും? NH4 പ്ലസ് എന്ത് വരും? OH. ഇതിനെ കൊളറസ് ലോയിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ആദ്യം കൊളറസ് ലോ എന്തായിരുന്നു എഴുതാം. എന്തായിരുന്നു കൊളറസ് ലോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് is the sum of individual contribution of cation and anion. അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ത് എഴുതണം? ലാംഡ. ഇതാണ് അവർ ചോദിച്ചേക്കുന്നത് കേട്ടോ. NH4OH ഈക്വൽ ടു എന്ത് പറയും? ലാംഡ നോട്ട് NH4 പ്ലസ് എന്ത് വരണം? ലാംഡ നോട്ട് OH മൈനസ്. ഓർക്കുക. ഇങ്ങനെ എഴുതിയാ മാർക്ക് കിട്ടും. എഴുതിയ അങ്ങനെ. NH4Cl അല്ലേ? NH4Cl. ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അയാള് ചോദിച്ചത് പറഞ്ഞു. സെപ്പറേറ്റ് ചെയ്ത് കണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ ചോദിച്ചത്. NH4Cl ഒന്നുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇത് ഏത് ക്ലാസ്സിലാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഒരു കുറെ അതിനു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെന്താ? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താ? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ആസിഡ് ആണോ ബേസ് ആണോ? ബേസ്. ഇങ്ങനെ ഇപ്പൊ ഇതിപ്പോ അയാൾ ചോദിച്ച ചോദ്യം ഇത് വേറെ രീതിയിൽ ചോദിച്ചാലോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അവർ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്: റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് molar conductivity of ammonium hydroxide at infinite dilution according to
കൊളറസ് ലോ. അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് കൊളറസ് ലോ എഴുതിയിട്ട് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എമ്മിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഫിനിറ്റ് ഡൈലൂഷൻ. കേട്ടോ, ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ എന്ത് വിളിക്കണം? മോളാർ കണ്ടക്ടിങ് അപ്രോച്ചസ് സീറോ അല്ലെ? ഓക്കെ, ഈ രണ്ട് വേർഡാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡെഫിനിഷൻ. അതാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് 1 മാർക്കാണ് എന്ന് പറഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനില്ല, സബ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കാണ്. ഇത് അവിടെ കിട്ടും. ഇനി അവർ ചോദിച്ച ചോദ്യം അങ്ങനെയല്ല, ഫൈൻ ദ, കേട്ടോ, അപ്പൊ അവിടെ ചോദിച്ചില്ലേ നമ്മുടെ പേര്? സ്വാതി ചോദിച്ചത് ഇങ്ങനെ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ അവര് നിങ്ങൾ ശ്രദ്ധിക്കോട്ടോ. കാരണം ഒരെണ്ണം പഠിക്കുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഇത് ഇയാള് ഈ ചോദ്യം ചോദിച്ചു കൊളറസ് ലോ, അങ്ങനെ വന്ന ആ കൊളറസ് ലോയിന്ന് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ അല്ല, ആ ക്വസ്റ്റ്യൻ എത്ര വെറൈറ്റി ചോദിക്കും അത് അവിടെ അവസാനിപ്പിച്ച് കളയണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് ഓരോ സബ്ജക്റ്റും. അപ്പോ ഏത് ടോപ്പിക് എടുത്തോ, നിങ്ങൾ എന്ത് ടോപ്പിക് പറഞ്ഞോ ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ മാക്സിമം പോയാൽ 4 വെറൈറ്റി ക്വസ്റ്റ്യൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് അവന്മാർ കണ്ടമാനം ഉണ്ടാക്കി വെക്കും. നേരത്തെ അയാൾ ചോദിച്ചില്ലേ, ആ ക്വസ്റ്റ്യൻ ഒരു 10 രൂപ ഉണ്ടാക്കി തരാം, വലിയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കി തരാം. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു എന്തോരം പഠിച്ചാലും അങ്ങനെ തീരുമോ? ഇല്ല, കണ്ടമാനം ഉണ്ടായി വരില്ലേ? അപ്പൊ നമുക്ക് ടൈപ്പ് ആക്കി പഠിക്കണം. അപ്പൊ ഇതിന്റെ അടുത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ മോളാർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇങ്ങനെ ചോദിക്കും. എങ്ങനെയാ? ഫൈൻഡ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അന്ന് നമ്മൾ പറയാത്ത ക്ലാസ്സുകളിൽ ആരെങ്കിലും ഇല്ലാത്തവരാണ് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ബുക്ക് ഇലക്ട്രോകെമിസ്ട്രിയിൽ ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കണം നിങ്ങൾ. അല്ലാതെ ആ ക്വസ്റ്റ്യൻ വന്നു എവിടെ നിന്നൊക്കെ വരുന്നു അതിന് കുഴപ്പമില്ല, അങ്ങനെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയല്ല. ടെക്സ്റ്റ് ബുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇലക്ട്രോകെമിസ്ട്രിയിൽ കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് കഴിഞ്ഞിട്ട് ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ആ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഉണ്ടാവുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, കൊളറസ് ലോ കഴിഞ്ഞു. ഇത് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സജസ്റ്റ് എ വേ ടു ഡിറ്റർമൈൻ 3.8. കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളൂ. 3.8 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് അല്ല കേട്ടോ, ഇൻ ടെക്സ്റ്റ് 3.8. സജസ്റ്റ്, ആ ക്വസ്റ്റ്യൻ ഇതാണ്. സജസ്റ്റ് എ വേ ടു ഡിറ്റർമൈൻ ദ ലാംഡ നോട്ടം വാല്യൂ ഓഫ് എ വാട്ടർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. അങ്ങനെ ചോദിക്കും. എങ്ങനെയാ? ഡിറ്റർമൈൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. കേട്ടോ, ആ ക്വസ്റ്റ്യൻ ഇയാൾ പറഞ്ഞു അല്ലെ, അയാൾക്ക് അതുപോലെ ആക്കി തരണം എന്ന് പറഞ്ഞു. അതാണ് ചോദിച്ചത്. എന്താണ്? സജസ്റ്റ് എ അല്ലെ മെത്തേഡ് ടു ഡിറ്റർമൈൻ. ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? അന്ന് ഉണ്ടായിരുന്നല്ലേ, എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സജസ്റ്റ് എ ഡിറ്റർം ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്താ? ബേസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്ടമുള്ള ആസിഡിന്റെ പേര് പറ. ഏതെങ്കിലും ഒന്നും പറഞ്ഞു. അത്രയും വലുതൊന്നും വേണ്ട, ചെറുത് പറ. HCl. കേട്ടോ, ഓക്കെ. അസിറ്റിക് ആസിഡ് ഒക്കെ വെച്ച് ചെയ്യാട്ടോ, കുഴപ്പമില്ല. അതൊന്നും വെച്ച് ചെയ്യാതേക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വിഷമമായാലോ അല്ലേ? ഓക്കെ. ദെൻ ഇവിടെ ഓർത്ത് നോക്കാം. ലാംഡ നോട്ട് NH4OH പ്ലസ്, ഇതൊന്നും വേണ്ട കേട്ടോ, ലാംഡ നോട്ട് ഒന്നും വേണ്ട. വെറുതെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ മാത്രം എങ്ങനെയാ ഡിറ്റർം ദ വാല്യൂ ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ NH4OH അതൊരു ബേസ് ആണ്. പ്ലസ് ഒരു ആസിഡ് ആഡ് ചെയ്യുക, HCl. എന്ത് കിട്ടും എന്ന് പറഞ്ഞേ? ആസിഡ് പ്ലസ് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? സോൾട്ട് പ്ലസ് വാട്ടർ. അപ്പൊ NH4Cl പ്ലസ് എന്ത് വരും? H2O. ഈ Cl ഇവിടെ വന്നു, OH വെച്ചും കൂടി ചേർന്ന് H2O ആയി. കറക്റ്റ് അല്ലേ? ബാലൻസ്ഡ് അല്ലേ? ഓക്കെ. ഇനി എന്താ കണ്ടെത്തണ്ടേ? ഇതല്ലേ വേണ്ടേ? ഇത് കണ്ടെത്താൻ അത് രണ്ടും ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും? ലാംഡ നോട്ട് NH4OH ഗീവ്സ് എന്തൊക്കെ വരും? ലാംഡ നോട്ട് NH4Cl പ്ലസ് എന്ത് വരും? ലാംഡ നോട്ട് H2O മൈനസ് എന്ത് വരണം? ലാംഡ നോട്ട് HCl.
അപ്പോ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് ആസിഡ് ആയിരിക്കാം, ബേസ് ആയിരിക്കാം, സോൾട്ട് ആയിരിക്കാം, വാട്ടർ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റൻ ആൻസർ പറഞ്ഞേ, എന്താ ഇപ്പൊ എഴുതി വെച്ചത്? സജസ്റ്റ് എ മെത്തേഡ് ടു ഡിറ്റർമിൻ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. എങ്ങനെയൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും അവിടെ നിന്ന് പറഞ്ഞു? എങ്ങനെയായിരിക്കും? ലാംഡ H2O ഈക്വൽ ടു ഇത്, ലാംഡ H2O ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യുക, മറ്റേ സബ്സ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും? മൈനസ് കേട്ടോ, ക്യാൻസൽ ചെയ്ത് കിട്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. അതേ നോക്കിയേ, ഇതും അല്ലെ, ഇതും വന്ന സമയത്ത് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു എച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ ഇവിടെ ഒരു OH ഉണ്ട് കണ്ടോ, ഇവിടെ നിന്ന് ഒരു സിയിൽ പോയാൽ എന്ത് വരും? NH4 കണ്ടോ, NH4OH. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ പറയുന്നത്, ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? Account the following. The highest oxidation state is exhibited in oxoanion of transition metal. ഏതാ ഹയസ്റ്റ്? ആരാ? മാംഗനീസ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത്? Mn2O7. Mn2O7. ഇത്രേ ഉള്ളൂ ആൻസർ. The highest oxidation state exhibit in oxoanion of ട്രാൻസിഷൻ മെറ്റൽ Mn2O7. നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആകെ 3 കാര്യങ്ങളെ പഠിപ്പിച്ചുള്ളൂ. അത് മാത്രം പഠിക്കാൻ പറഞ്ഞേ. ഏറ്റവും ഹൈയസ്റ്റ് ആർക്കായിരിക്കും? മാംഗനീസിന്. എത്രയായിരിക്കും? +7. ആനിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ്. ഓക്സോ ആനിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ഉള്ള ആനിയോൺ. അപ്പൊ 2 ആൻസർ വരും. Mn2O7 എഴുതും, ചില ആൾക്കാർ MnO4 മൈനസ് എഴുതും. ഇത് രണ്ടും ആൻസർ ആണ്, രണ്ടും ആൻസർ ആണ് കേട്ടോ. ഇത് എവിടത്തെ ക്വസ്റ്റ്യനാ? ഇത് എവിടത്തെ ക്വസ്റ്റ്യനാ? DNF-ല് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യനാ. അത് എത്രാമത്തെ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ ഒന്ന്, പിന്നെ ഇതിലും ഉണ്ട്, ഈ സാധനത്തിലും ഉണ്ട്. ക്വസ്റ്റ്യൻ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. കണ്ടന്റ് മാർക്കാവില്ല. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാംഗനീസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7. ഞാൻ പറയണതൊക്കെ ഭയങ്കര എളുപ്പമായ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അങ്ങനെയല്ലേ പറഞ്ഞേ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, .6 കേട്ടോ. ഒന്ന് എഴുതി വെച്ച എക്സസൈസ് 8.6. എക്സസൈസ് 8.6 ഇപ്പൊ തന്നെ പഠിപ്പിച്ചു കേട്ടോ എല്ലാവരും. ഒന്ന് വായിച്ചേ, ഉറക്കനെ വായിക്കും കേട്ടോ. അല്ല അവിടെ വരെ കേൾക്കണം കേട്ടോ, കേട്ടില്ല ഞാൻ കുറെ പ്രാവശ്യം വായിക്കും. ശ്രദ്ധിച്ചോ, നെയിം ദ ഓക്സോ മെറ്റൽ ആനയോൺ. എല്ലാത്തിനും പറയിപ്പിക്കും. ഫസ്റ്റ് സീരീസ് ഓഫ് എ ട്രാൻസിഷൻ മെറ്റൽ. ആരാണ് ഫസ്റ്റ് സീരീസ്? 3D. ആരൊക്കെ വരും പറയേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. അവിടെ വരെ കിട്ടുള്ളൂ ഓക്സാനോൺ. ഈ വായിച്ചോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ. എന്താണ് ഗ്രൂപ്പ് നമ്പർ? ഫസ്റ്റ് സ്കാൻഡിയം എത്രയാണ്? ഗ്രൂപ്പ് 3. എന്തുകൊണ്ടാ? നമുക്ക് ഡി ബ്ലോക്ക് തുടങ്ങുന്നതിന് മുമ്പ് 2 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആരാ? ഫസ്റ്റ് ഗ്രൂപ്പ് S ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് S അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരാ വരുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. സെക്കൻഡ് ഗ്രൂപ്പിൽ ആരാ? അറിയില്ല. സെക്കൻഡ് ഗ്രൂപ്പിൽ ആരാ? 9th 10th പഠിച്ചതല്ലേ പീരിയോഡിക് ടേബിൾ ഒക്കെ. എന്നിട്ടാണ് കേട്ടോ. ഓക്കെ, പഠിക്കൂലേ? പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കും. നിങ്ങൾക്ക് ഉണ്ടായില്ല, ഡിലീറ്റ് ആക്കി കാണാൻ. കഴിഞ്ഞ വർഷം ഡിലീറ്റ് ആക്കി, നിങ്ങൾക്ക് ഉണ്ടായില്ല. ഓക്കെ, ദെൻ
ഇനി അങ്ങനെയാണെങ്കിൽ 11th തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തായിരുന്നു ആ ചാപ്റ്റർ പേര്? പീരിയോഡിക് ടേബിൾ കേട്ടോ. 11th തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ 10th കേട്ടോ അവിടെ വരുന്നതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് ആരൊക്കെയാ? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം ഉണ്ടോ, ഒരാൾക്ക് കിട്ടി അല്ലെ. സ്ട്രോൺഷ്യം, ബേരിയം ഉണ്ടോ, ഇയാൾ പറഞ്ഞു, സഞ്ജയ് പറഞ്ഞു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്ന സ്കാൻഡിയം. സ്കാൻഡിയം അപ്പൊ ഏത് ഗ്രൂപ്പാ? തേർഡ്. അങ്ങനെയാണെങ്കിൽ മാംഗനീസ് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? മാംഗനീസ് ഏതായിരിക്കും? സ്കാൻഡിയം തേർഡ് ആണെങ്കിൽ എത്ര കൂട്ടണം? 2 കൂട്ടണ്ടേ? അപ്പോ മാംഗനീസ് D5 ആണ്, അതിനോടൊപ്പം 2 കൂടി കൂട്ടുക. അപ്പൊ എത്രയാവും? 7. ക്രോമിയത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുണ്ട്? 3 അല്ലെ. അപ്പൊ അവർ ചോദിച്ച ചോദ്യം ഒന്നും കൂടി ഓർഗനൈസ് ചെയ്യും, അവർ കേൾക്കട്ടെ, എന്നിട്ട് എല്ലാവർക്കും ഒന്നും പറയിപ്പിക്കാം. അപ്പൊ ആദ്യത്തത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഓക്സോ ആനയോണാ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചോദിച്ചതിന്റെ ഒരു വേർഷൻ കൂടുതൽ. നിങ്ങൾക്ക് ആ ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു? ഹയസ്റ്റ് ആരെയാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത് അല്ലെ? ഹയസ്റ്റ് ആർക്കാം ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? മാംഗനീസ്. അതിന്റെ ഓക്സൈഡ് ആണ് എഴുതാൻ പറയുന്നത്. ആ ഓക്സൈഡിനെ വിളിക്കുന്ന പേര് ഓക്സോ ആനയോൺ കേട്ടോ. ആ ചോദ്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ ക്വസ്റ്റനിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തത്. മനസ്സിലായി? നിങ്ങൾക്ക് വന്ന ആ ക്വസ്റ്റ്യൻ, സഹോദയയിൽ വന്ന ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സോഴ്സ് ഓർത്ത് വെക്കുക, അങ്ങനെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞാല് അറിയില്ലെങ്കിലും ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കേട്ടോ. നിങ്ങളുടെ ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അയച്ചിട്ടുണ്ട്, കണ്ടോ? വിത്ത് ആൻസർ കീ ഗ്രൂപ്പ് നിങ്ങൾ ഇല്ലേ? വാട്സാപ്പിൽ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും 5 സാമ്പിൾ പേപ്പറും അയച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് വന്നു, എന്തിനു വന്നു, ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കുറച്ചൊരു ഐഡിയ കിട്ടും, ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നു, അങ്ങനെ കണ്ടു കേട്ടോ. ഇപ്പൊ പരമാവധി ആ ക്വസ്റ്റ്യൻസുകൾ കാണാൻ നോക്കണം. എക്സാമിന്റെ തലേദിവസമൊക്കെ പോയി അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിയേ, സ്കാൻഡിയം എത്രയാണ്? ഗ്രൂപ്പ് നമ്പർ 3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം എത്രയാ? 3. ടൈറ്റാനിയം ഗ്രൂപ്പ് നമ്പർ 4. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം എത്രയാ? 4. ദെൻ വനേഡിയം എത്രയായിരുന്നു? ഗ്രൂപ്പ് നമ്പർ 5. ക്രോമിയം 6. മാംഗനീസ് 7. അപ്പോ ഇവിടെ വരുന്ന സ്കാൻഡിയം ഓക്സൈഡ്, സ്കാൻഡിയത്തിന് 3 ആണ്. ഓക്സിജൻ എത്രയാ? 2. അപ്പൊ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? പറയൂലേ, പണ്ട് പഠിപ്പിച്ചല്ലേ ഇതിങ്ങനെയൊക്കെ, 9th പഠിപ്പിച്ചല്ലേ? Sc2O3. അടുത്ത എന്തായിരിക്കും? Ti ഇങ്ങനെ പഠിച്ചല്ലേ? 4 2. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇത് എത്രയോ? 2 1. അപ്പൊ എന്തായിരിക്കും? TiO2. TiO2 എന്ന് പറയുമ്പോൾ ഇവിടെ +4 വരും കണ്ടോ. ഇവിടെ എത്ര വരും? +4. അപ്പൊ ഗ്രൂപ്പ് നമ്പറും ഇതും ഈക്വൽ ആയിട്ടുള്ളതിന്റെ പേര് പറയാനാണ്. ഇനി വനേഡിയം അപ്പൊ എന്തായിരിക്കും? V2O5 കേട്ടോ. V2O5 വനേഡിയം പെന്റോക്സൈഡ്. എവിടെ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? ശരിയാ, ഈ വർഷം ചോദിക്കോ അത്? എവിടെയാ? ശരിയാ, ആപ്ലിക്കേഷൻ ഓഫ് ഈ ചാപ്റ്ററിൽ തന്നെയാ. കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ എന്താ പഠിപ്പിച്ചേ? കാറ്റലിസ്റ്റ്. അല്ലാതെ ഇത് ആദ്യമായിട്ട് കേട്ടത് ആരോമാറ്റൈസേഷൻ 11th ഇക്വേഷൻ ആണ്. ആരോമാറ്റൈസേഷൻ കേട്ടോ. N-hexane treated with vanadium pentoxide 723 Kelvin 10 to 20 atm pressure they convert to benzene. അത് ഈ വർഷവും ചോദിക്കാം. ആരോമാറ്റൈസേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. ആരോമാറ്റൈസേഷൻ എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഈഥൈൻ ട്രീറ്റഡ് വിത്ത് റെഡ് ഹോട്ട് അയൺ ട്യൂബ് ദേ കൺവേർട്ട് ടു ബെൻസീൻ. അതേ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അത് ഇയാളിപ്പോ ഓർത്തു അല്ലെ? എന്തായിരുന്നു അത്? കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡി ബ്ലോക്കില് കാറ്റലിസ്റ്റിന്റെ റീസൺ എന്തായിരുന്നു? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അല്ലെ? എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? Mn2O7 അല്ലെങ്കിൽ MnO4 മൈനസ്. ഇത് കണ്ടോ, X -8 കണ്ടോ ഈക്വൽ ടു -1. സോ X ഈസ് ഈക്വൽ ടു +7 കണ്ടോ, ഓർത്ത് നോക്കുക. 7 ആണ് ഗ്രൂപ്പ് നമ്പർ.
ഹയസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പല രീതിയിൽ ചോദിക്കാം ക്ലിയർ ആയിട്ട്. ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കും. ഇത് കണ്ടോ, വനേഡിയം ഗ്രൂപ്പ് നമ്പർ കേട്ടോ. ഓക്സോ നെയിം ദ ഓക്സോ ആനയോൺ ഓഫ് വനേഡിയം, ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ, അങ്ങനെ ചോദിക്കും. നെയിം ദ ഓക്സോ ആനയോൺ ഓഫ് വനേഡിയം കണ്ടോ, ഇങ്ങനെ എടുത്ത് ചോദിക്കും. നെയിം അപ്പോ വനേഡിയം തന്നെ ഞാൻ അധികം പഠിച്ചിട്ടുള്ള, അപ്പോഴാണ് ഓക്സോ ആനയോൺ, അയ്യോ ആനയോൺ കേട്ടോ. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ഇതാണ് ആ ക്വസ്റ്റിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് ചോദിച്ചോട്ടോ. ഇത്രേ ഉള്ളോ? നമുക്ക് ഇവരോട് ചോദിക്കാം കേട്ടോ. ഇവിടെ നോട്ട് ഒന്ന് ചോദിച്ചോട്ടെ, എന്തായാലും ഇത്ര സമയം. എക്സാം എഴുതിയ ആൾക്കാർ പറയണ്ട കേട്ടോ. ഓക്കെ, ആ ജെയ്ബിൻ കൈ ഉയർത്തി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് octahedral complexes will not show geometrical isomerism? Ma5b, Ma2b4, Ma3b3, Ma4b2. ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. വിൽ നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സാ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഓക്കെ, ജെയ്ബിൻ പറ. Ma3 Ma5b എന്താണ്? ഒപ്റ്റിക്കൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല കേട്ടോ. വെരി ഗുഡ്, റൈറ്റ് ആണ് പറയാം. അങ്ങനെയാണെങ്കിൽ Ma2b2 എന്ത് ഐസോമറിസം ആയിരിക്കും കാണിക്കുന്നത്? ജോമെട്രിക്കലിൽ ഉള്ളതിൽ ഏതായിരിക്കും? സിസ് ആൻഡ് ട്രാൻസ്. എന്തുകൊണ്ട്? 2 വന്നാൽ എങ്ങനെ ഓർത്ത് നോക്കണം? 2 വന്നാൽ എന്ത് വരും? സിസ് ആൻഡ് ട്രാൻസ്. വേറെ ഒന്നും നോക്കണ്ട, കണ്ണടച്ചോ. ഇത് കണ്ട 2, ഇതും എന്താണ്? 2 കണ്ടോ, ഓർത്ത് നോക്കാം. എങ്ങനെ 2 വന്നാൽ കണ്ടോ, ഓർത്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം മതി, ബിയോ എയോ. 2 വന്നാൽ എന്ത് ചെയ്യാം? നേരെ കണ്ണടച്ച് പിടിച്ചോ. എന്തായിരിക്കണം അത്? സിസ് ആൻഡ് ട്രാൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താ ഐസോമറിസം ആയിരിക്കും? ഫേസ് ആൻഡ് മിർ. 3 കണ്ടോ, ഒരേപോലെ അടുത്തുള്ളത് 3 വന്നാൽ അതെന്തായിരിക്കും? ഫേസ് ആൻഡ് മിർ കേട്ടോ. ഓക്കെ, അങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. ഫേഷ്യൽ ഐസോമറിസം ഓൺ മെറിഡിയോണൽ ഐസോമറിസം. അടുത്ത ആള്, ഇവർക്ക് എക്സാം എഴുതിയോണ്ട് നമുക്ക് ചോദിക്കണ്ട, റെഡി ആയിട്ട് ഓർത്ത് വെറുതെ ചോദിക്കാം. A compound is Z with molecular formula C3H9N. A compound is Z with molecular formula C3H9N. React with C6H5SO2Cl to give a solid insoluble in alkali. Identify Z. എന്തായിരിക്കും? C3H9N ആണ്. ഡൗട്ട് ഇല്ലോ? സെക്കൻഡറി ആണ് കണ്ടോ. ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു ഇങ്ങനെ വേണം ആൻസർ പറയാൻ കേട്ടോ. വെരി ഗുഡ്. അത് ഇനി ഓപ്ഷൻ പറയാം. ഡൈഇഥൈൽ അമീൻ, ഈഥൈൽ മീഥൈൽ അമീൻ, ബെൻസോ നൈട്രൈൽ, പ്രൊപ്പൻ നൈട്രൈൽ. ഡൈഇഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ആണ് കേട്ടോ. ഓക്കെ, 2 സ്ഥലത്ത് ഈഥൈൽ ഗ്രൂപ്പ് വരും കേട്ടോ. എന്നിന് ചുറ്റിനുമായിട്ട് എന്ത് വരും? ഈഥൈൽ കേട്ടോ. ഈഥൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 എണ്ണം അല്ലെ. 2 6 വന്നാൽ അതെന്തായിരിക്കും? സെക്കൻഡറി. ദെൻ ഈഥൈൽ മീഥൈൽ അമീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഈതൈൽ മീതൈൽ അമീൻ എന്ന് പറയുമ്പോൾ ഈതൈൽ അപ്പുറത്തായിരിക്കും വരുന്നത് കേട്ടോ. Then formation of cyanohydrin from acetone is an example of formation of cyanohydrin from acetone is an example of എന്തായാലും formation of cyanohydrin from a acetone is an example of electrophilic substitution, electrophilic addition, nucleophilic addition, nucleophilic substitution, nucleophilic addition. Okay, very good. Nucleophilic addition. Nucleophilic addition underle എന്തൊക്കെയുണ്ട്? ശ്രദ്ധിച്ചേ, nucleophilic addition underle ഏതൊക്കെയുണ്ട്? സൈനോഹൈഡ്രിൻ, ഹെമിഅസെറ്റാൽ, അസെറ്റാൽ, കീറ്റാൽ. കേട്ടോ, ഓർത്ത് നോക്കി, ഇത്രയും വരെ വരുന്നുണ്ട്. ഒരെണ്ണം ഡൗട്ട് ഉണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് കണ്ടെത്തി, കണ്ടോ? ആണ്. എനിക്കറിയാം ഫോറസ്റ്റ് 3D5 മാഗ്നീസിന്റെ ഫോറസ്റ്റ് 3D5 ശരി. 3D5 വരും, ശരിയാ. 3D4 വരും, 3D4. അപ്പം എനിക്ക് 3 ബോക്സ് എംറ്റി കിട്ടി. അപ്പം ഇവിടെ പിന്നെ ബാക്കിയെല്ലാം ചെയ്തപ്പോ എനിക്ക് B3sp2 എന്നാണ് കിട്ടിയത്. എനിക്കത് കിട്ടിയില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞാ അങ്ങനത്തെ ഒരു എറർ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് ഒന്ന് പോട്ടെ കേട്ടോ. ഓക്കെ, നിങ്ങളെ ഒന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ ഉപകാരമാണ് കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞ് MnCN6 3- ഇത് VBT എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. VBT എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യും ഇത്? എക്സ് കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. എക്സ് CN എത്ര വരും? -1 × 6 ഈക്വൽ ടു -3. അപ്പൊ എന്ത് വരും? എക്സ് -6 ഈക്വൽ ടു -3. എക്സ് ഈസ് ഈക്വൽ ടു 6 - 3 അല്ലെ? അപ്പൊ എത്ര വരും? 3. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. മാംഗനീസ് എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോ എന്ത് വരും? 4s2 then +3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4s0 3d4. 4s0 3d4. ഇങ്ങനെ വരുമ്പോ ഇവിടെ ഈ ബോക്സ് വരക്കാണ്. ഇതാണ് 1 2 3 4. 1 2 3 4. എസ് 4s ആണ് അല്ലെ? ഈ 4s ആണ്. 4s0 ഇവിടെ എഴുതിയത് 4s0. then 4p. ഇത് CN എന്ത് ലിഗൻഡാ? സ്ട്രോങ് ലിഗൻഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹൈബ്രിഡൈസേഷൻ എന്ത് വരും? അപ്പൊ ഏതായിരിക്കും ഹൈബ്രിഡൈസേഷൻ? എന്തായിരിക്കും? D3 6 വന്നാൽ 2 ഹൈബ്രിഡൈസേഷനേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? D2 sp3 or sp3 D2. ഇതിൽ ഏതെടുക്കും? D2 sp3. അപ്പോ 2D ആണ് ആവശ്യം. എന്തുകൊണ്ടാ? CN 6 എണ്ണം തന്നെ ഉണ്ട് അല്ലെ? അപ്പൊ ഒരു ഇലക്ട്രോൺ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടും. ഇല്ല, ഇവിടെ നിന്ന് എടുക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞ താൻ അതിന്റെ റീസൺ പറയും. ഒരു എക്സാമ്പിൾ പറയാം. ഇത് 5 റൂമുള്ള വീട്. ഓരോ റൂമിലും ഓരോരുത്തർ ഇങ്ങനെ കിടക്കുകയാണ്. ആക്ച്വലി ഒരു റൂം വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്
അല്ലെ? അങ്ങനെയാണ് സിറ്റുവേഷൻ. എങ്ങനെയാ ഉണ്ടായേ? ഇത് 5 റൂമുള്ള വീടാണ്. ഇവിടെ ഇങ്ങനെ 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 കേട്ടോ, ഓർത്ത് നോക്കുക. 4 ആൾക്കാരാണ്. അതെ, ഒരാള് അങ്ങനെ അങ്ങനെ കിടക്കുകയാണ്. ആക്ച്വലി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് മാക്സിമം 2 റൂമിൽ കൂടുതൽ കൊടുക്കില്ല എന്നുള്ളത് അവിടുത്തെ റൂളാണ്. ആക്ച്വലി അതാണ് പറയുന്നത്. ഡിക്ക് മാക്സിമം എത്ര റൂമേ കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒരാളുണ്ടെങ്കിൽ പോലും ആ 2 റൂമേ എന്ത് ചെയ്യുള്ളൂ? ഗസ്റ്റ് റൂമായിട്ട് കൊടുക്കുള്ളൂ. അതാണ് അവർ പറഞ്ഞു വെച്ചേക്കുന്നത്. മനസ്സിലായോ കേട്ടോ? ഇവിടെ ഒരാളിരിക്കുന്നു, എന്നാ വന്ന ആൾക്കാരല്ലേ, എന്തിനാണ് ഈ പുറത്തൊക്കെ പോയി ജീവിക്കണേ എന്ന് ചെയ്തു. ആ റൂം അങ്ങനെ കൊടുക്കൂല. നമ്മൾ 2 റൂമാണ് ഗസ്റ്റ് റൂം പോലെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും അല്ലെ? ഇവിടെ നിന്ന് ഒരാളെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ 2 എണ്ണമായി. കണ്ടോ? ഏതാ? 5 എണ്ണമാണെങ്കിൽ എന്ത് പറ്റും? ഇവിടുന്ന് ഒരാളും ഇവിടുന്ന് ഒരാളും ഇങ്ങനെ വരും. ബാക്കി സ്ഥലത്തേക്കാണ് ആര് വരുന്നത്? സ്ട്രോങ് ഫീൽഡ് ലിഗന്റ് വരും. കണ്ടോ? ഓക്കെ, അവിടെയൊക്കെ ബാക്കി സ്ഥലത്ത് കണ്ടോ ഇങ്ങനെ വന്നു. ഈൻ്റെ വിടുന്ന ആൾക്കാരാരാ? CN. ഇനി എത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും ഇത് ഫുൾ ആണെങ്കിൽ ഇവിടെ കയറ്റുമോ? ഇല്ല, പുറത്തേക്കാവും. ഇങ്ങനെ വരികയാണെന്ന് അല്ലെ? അതാണ് അയാള് ചോദിച്ചത്. ഇല്ല, ഇങ്ങനെ വേണ്ട. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു കേട്ടോ. അയാൾ ചോദിച്ചതേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടില് 5 റൂമുണ്ട്, ആകെ 2 ആൾക്കാരാണ് വരുന്നത്. ആ 2 ആൾക്കാര് താമസിക്കാനായിട്ട് ആ 2 റൂം കൊടുത്താൽ പോരെ? അതിന് പകരം നിങ്ങൾ എല്ലാവരും കൂടി ഒരു റൂമിൽ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഇല്ല, അങ്ങനെ റൂളില്ല. അതാ പറഞ്ഞേ. എന്താണ്? സ്ട്രോങ് ലിഗന്റ് വന്നാൽ എന്താണ്? ആ സ്പേസ് ഒക്യുപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തേക്ക് മാറ്റണം എന്ന് ആരുണ്ടാക്കിയത്? നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയ സയന്റിസ്റ്റ് പറഞ്ഞ എല്ലാം കാണാതെ പഠിച്ചു. അതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അപ്പോ സ്കൂളുകളിൽ വരുമ്പോ, അതുകൊണ്ടാണ് ഞാനിതൊരു ഗസ്റ്റ് വെക്കണ പോലെ പറയുള്ളൂ എപ്പോഴും. നമ്മൾ ഓർത്ത് വെക്കുക, നമ്മുടെ വീട്ടിലേക്ക് സ്ട്രോങ് ലിഗന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. അങ്ങനെ വന്നാൽ നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്ന് പെയർ ചെയ്ത് കൊടുക്കും. കേട്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, എന്തു ആ തോട്ട് പറഞ്ഞാൽ നന്നായി. കാരണം എന്താ? സ്ട്രോങ് ലിഗന്റ് വന്നാൽ പെയർ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അയാൾ ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഇതാണ്, സ്ട്രോങ് ലിഗന്റ് വന്നാൽ എന്തായാലും പെയർ ചെയ്യണം. എന്നാൽ പിന്നെ ദേ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ദേ ഇങ്ങനെ അങ്ങ് പെയർ ചെയ്ത് വെച്ചേക്കാട്ടോ. അങ്ങനെ വന്നോ ഈ ഒരെണ്ണം വേക്കൻറ്റ് വെറുതെ അങ്ങനെ ഇരിക്കണോ? എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ ലാസ്റ്റത്തേക്ക് പോണേ? ഈ 2 എണ്ണം നിർമ്മിച്ച പ്രത്യേകിച്ച് വരെ. ഇതാണ് അയാൾ ആലോചിച്ചത്. ലോജിക് എന്ന് പറയുന്നത് അല്ലേ? അതാണ് ലോജിക്ക്. അങ്ങനെ വരാം. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കും ചെയ്യുന്നേ, സ്ട്രോങ് ലിഗന്റ് വന്ന് പെയർ ചെയ്യണം. അങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ? അങ്ങനെ എടുത്തിട്ട് ചെയ്യണ്ടേ? അങ്ങനെ ആലോചിക്കും. അതാണ് പുറത്തു വെക്കേണ്ടത്. ഇനി ഇയാൾ പറയുന്നതിന് വേറൊരു സിറ്റുവേഷൻ വരാം, അത് ശ്രദ്ധിച്ചിരിക്കാം. അതിങ്ങനെയാണ്. നമ്മള് ഇപ്പൊ മാംഗനീസ് 3+ പകരം ഒരു +5 ആണെന്ന് കരുതാം. മാംഗനീസിന് 7 വരെ ഉണ്ടല്ലോ. +5 ഒക്കെ വന്നാൽ എന്ത് പറ്റും? എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഓട്ടോമോസ്റ്ററിൽ? ഇപ്പൊ 2 ഇലക്ട്രോണൊക്കെ ഉള്ളൂ. ആകെ 2 ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോഴാണ് എസ് വരുന്നത്. സ്ട്രോങ് ലിഗന്റ് പകരം ആര് വരും? വീക്ക് ലിഗന്റ് വരും. CN പകരം എന്ത് വരും? വീക്ക് ആയിട്ടുള്ള ആരാ വരുന്നത്? ക്ലോറിൻ, ഫ്ലൂറിൻ. അങ്ങനെ വന്നാലും ഹൈബ്രിഡൈസേഷൻ D എന്ന് തുടങ്ങും. D2sp3. നിങ്ങൾ പഠിപ്പിച്ചേക്കുന്ന സ്ട്രോങ് ലിഗന്റ് വന്നാൽ പെയർ ചെയ്യണം. അങ്ങനെയല്ലേ? വീക്ക് വന്നാലും പെയർ ചെയ്യും. ആ സിറ്റുവേഷൻ എന്താ നോക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ആകെ നമ്മൾ 2 പേരുള്ളൂ. ഇഷ്ടംപോലെ റൂമുണ്ട്. ഇപ്പൊ 2 എണ്ണം ഗസ്റ്റിന് വേണ്ടി മാറ്റി. അതാ ഞാൻ പറഞ്ഞത്, 2 റൂമേ ഡീൽ എന്തുള്ളൂ? ഗസ്റ്റ് റൂം. അതിൽ കൂടുതലില്ല. ഒന്നല്ലെങ്കിൽ എന്താ? DSP2 അല്ലെങ്കിൽ എന്താ? D2sp2. കേട്ടോ? ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ കിട്ടും. ഇനി ഇതിനെല്ലാം എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. D3 വരുന്നുണ്ട്. അതിവിടെ ഇല്ല, ഇപ്പോഴല്ല കേട്ടോ. ഓർത്തോക്കെ D3 വരുന്ന കേസസ് ഉണ്ട്. അത് വേറെ സിറ്റുവേഷനിൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായിരിക്കും ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇതുപോലത്തെ 2 ക്വസ്റ്റ്യൻസ് അത് വേറെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല.
ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത് ഏതായിരുന്നു? ലാസ്റ്റ് സാറ്റർഡേ വന്ന ആൾക്കാരൊന്ന് കൈയ്യോട്ടെ. നിങ്ങൾ ഉണ്ടായില്ല അല്ലെ? സൺഡേ വെച്ചിട്ടുണ്ടായില്ല, സാറ്റർഡേ. ഫ്രൈഡേയും സാറ്റർഡേ ആണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ ഉണ്ടായില്ല അല്ലെ? സാറ്റർഡേ ഉണ്ടായി, സാറ്റർഡേ ഉണ്ടായില്ല. ഓക്കെ, സാറ്റർഡേയിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ അല്ലെ, ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരിൻ കംപ്ലീറ്റ് ആയിട്ട് ഓർഡറിൽ എടുത്തു. അതുപോലെ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് ഇനി പോകണം കേട്ടോ. ഓക്കെ, ഇനി അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെച്ച് തരും കേട്ടോ. ഓർത്ത് നോക്കാം വേറെ സ്കൂളുകാർക്ക്. നിങ്ങൾക്ക് ഇനി എന്നാ എക്സാം? 12th എന്ന് പറയുമ്പോൾ ഏതാ ഡേറ്റ്? കമ്മിങ് തേഴ്സ്ഡേ അല്ലേ? അപ്പൊ വെനസ്ഡേയുടെ ഇതിലല്ലേ? വെനസ്ഡേ വേണമെങ്കിൽ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. വിളിച്ചിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ. പല ആൾക്കാർക്ക് ഇപ്പൊ എക്സാം ഉണ്ട് കേട്ടോ. ഓരോ സ്കൂളുകളിലും ഡിഫറെന്റ് ആയിട്ട് വേറെ എക്സാം ഉണ്ട്. നിങ്ങൾ വന്നതിൽ ആദ്യം ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ആ സമയത്ത് പറഞ്ഞുതരാം. ഇനി കറക്റ്റ് ഷെഡ്യൂൾ ആയിട്ട് തന്നെ പോകാന്നായിരുന്നേ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്ത് പോകണോ, ഓർഗാനിക്കിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്ത് പോകണോ? എന്ത് ചെയ്യണം? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഓർഡറിൽ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകണോ? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ പോവാണ് കേട്ടോ. ഓക്കെ, ഇനി കറക്റ്റ് ഓർഡറിലാണ്. അടുത്ത ക്ലാസ്സിൽ ഷെഡ്യൂൾ ഇടും. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ല. അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഇടയിൽ എനിക്ക് വെച്ച് തരാൻ പറ്റാവുന്ന മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെച്ച് തരികയും ചെയ്യും. അങ്ങനെയുള്ളതിൽ കൂടുതൽ ഡൗട്ട് ക്ലിയറൻസും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു പോകും. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ തുടങ്ങുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞു കേൾപ്പിക്കണം, ക്ലിയർ ചെയ്ത് പറഞ്ഞു കേൾപ്പിക്കണം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണം. ഒരു ഇത് വേണം നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ജനുവരിയിൽ കഴിയും, ജാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ 1, 2, 3 ക്ലാസ് ഫുൾ ഡേ എനിക്ക് കിട്ടും. ആ സമയത്താണ് നിങ്ങൾ പാക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ 4 ചാപ്റ്ററൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരുന്ന് പറഞ്ഞ് പഠിച്ച് രാത്രി ഒരു 8 മണി വരെയൊക്കെ ഇരുന്ന് അങ്ങനെ വേർത്ത് അല്ലേ നമ്മളങ്ങനെ അടിച്ചങ്ങോട്ട് വയ്യാണ്ടായി പോകുമ്പോൾ ഒരു രസമാണ് ആക്ച്വലി കേട്ടോ. അത് എത്തുമ്പോൾ മാർക്കൊക്കെ ഇട്ടിച്ച് കയറും കേട്ടോ. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരുങ്ങണം കറക്റ്റായിട്ട്. അപ്പോൾ ഡൗട്ടും കണ്ടന്റും ഒക്കെ നല്ല ക്ലിയർ ചെയ്ത് പോകണം. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം കേട്ടോ. ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മറന്നു പോകും. കെമിസ്ട്രി മെമ്മറിയുടെ ഗെയിമാണ്. ഇടക്കിടക്ക് പറയാൻ കാരണം അതാണ്. നിങ്ങൾ പഠിക്കുന്നത് റിപ്പീറ്റഡ് ചെയ്ത് വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർഡറിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോകും കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് മുഴുവനും കണ്ടന്റ് നോട്ടായിട്ട് എഴുതിത്തരാനല്ല, ആ കണ്ടന്റ് പരിചയപ്പെട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് അവിടെ തൊട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൊല്യൂഷനിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ്? സൊല്യൂഷൻസിൽ ഫസ്റ്റ് സോല്യൂട്ട്, സോൾവെന്റ്. സോല്യൂട്ട്, സോൾവെന്റ്. സോല്യൂട്ട് എന്തായിരുന്നു? സോല്യൂട്ട് ലെസ്സർ ക്വാണ്ടിറ്റി. സോൾവെന്റ് എന്തായിരിക്കും? ലാർജർ ക്വാണ്ടിറ്റി. സോൾവെന്റ് എന്തായിരിക്കും? ലാർജർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് ആ ടോപ്പിക്കിൽ വരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഏതൊക്കെ വരുന്നുണ്ടാവും? സോളിഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ പറഞ്ഞു. സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. എക്സാമ്പിൾ അലോയ്സ്. ഓർക്കുക, അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് ഒരെണ്ണം ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണം. അത്രേ ഉള്ളൂ. ആ ടേബിളിൽ നിന്ന് വെറുതെ എക്സാമ്പിൾ പഠിക്കുക കേട്ടോ. ആ ടേബിൾ എടുത്ത് എക്സാമ്പിൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സാമ്പിൾ എടുത്ത് എക്സാമ്പിൾ വെറുതെ റാൻഡം ആയിട്ട് വായിക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ റാൻഡം ആയിട്ട് വായിക്കുക. വായിച്ചു, ഇവിടെ വായിച്ചു. ഒരു എക്സാമ്പിൾ റാൻഡം ആയിട്ട് വായിക്കുക. അമാൽഗം ഓഫ് മെർക്കുറി. ഇങ്ങനെയായിരിക്കും ചോദ്യം. എന്നിട്ട് അത് ഏത് ടൈപ്പ് ആണ് എന്ന് ചോദിക്കും. അമാൽഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മെർക്കുറി ആണ്. മെർക്കുറിയുടെ സ്റ്റേറ്റ് എന്താണ് സഞ്ജയ്? മെർക്കുറി എപ്പോഴും എങ്ങനെയായിരിക്കും? ലിക്വിഡ്. ഉണ്ടോ? പുറത്തു നോക്കാം. ലിക്വിഡ് ആയിരിക്കും ഒരെണ്ണം. പിന്നെ എന്തായിരിക്കും? ഒരെണ്ണം എന്തായിരിക്കും? സോളിഡ് അല്ലെ? പുറത്തു നോക്കാം. അപ്പോ അമാൽഗം കണ്ടാൽ എവിടെയൊക്കെ അമാൽഗം പഠിച്ചിട്ടുണ്ട്? സിങ്ക് അമാൽഗം. ഏത് ഇക്വേഷൻ ആയിരുന്നു? ശരിയാ. ആരാ പറഞ്ഞേ? ക്ലമൻസൺ റിഡക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഏതായിരുന്നു പിന്നെ? ശരിയാ. അടുത്ത സെല്ലിലുണ്ട്. ഏത് സെല്ലാണ്? മെർക്കുറി സെൽ അല്ലെ? മെർക്കുറി സെൽ. അങ്ങനെ ഓർമ്മ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ അമാൽഗം. അപ്പൊ അങ്ങനെയാണ് ആ ടേബിൾ പഠിക്കേണ്ടത്. അല്ലാതെ വെറുതെ
സോളിഡ് ലിക്വിഡ് ഒരു എക്സാമ്പിൾ. സോ അങ്ങനെ പഠിക്കണ്ട, എക്സാമ്പിൾ അങ്ങനെ ചോദിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ആണ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കൊന്ന് ഏകദേശം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ആ ടേബിൾ ഒന്ന് വായിക്കാം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു ആക്ച്വലി? ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. കേട്ടോ, ഓർത്ത് വെക്കാം. നിങ്ങൾ ഈ ബുക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഇതിൽ ആദ്യത്തിൽ കുറെ നോട്ട് ഉണ്ട് കറക്റ്റ് ആയിട്ട്, ബ്രീഫായിട്ട് കേട്ടോ. വെറുതെ അല്ല വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ആ നോട്ടൊന്ന് ഫോളോ ചെയ്യണം. നമ്മുടെ നോട്ടുള്ള ആൾക്കാർ അത് ഓക്കെ, അല്ലാത്ത ആൾക്കാർ ഇതിൽ കറക്റ്റ് ആയിട്ടൊന്ന് കൊണ്ടുവരണം ഇക്വേഷൻസുകൾ. ഇതില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, ppm, പാർട്സ് പെർ മില്യൺ. അപ്പോ ഇതിൽ ഈ 3 ടേം നന്നായിട്ട് കിട്ടിയാൽ മതി. എന്തൊക്കെയായിരുന്നു? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. എന്തൊക്കെയാ? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. കേട്ടോ, മൊളാരിറ്റി എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അല്ലെ? അപ്പോ അതിന്റെ റെഡിമെയ്ഡ് ഇക്വേഷൻ എന്തായിരുന്നു? W2 ഡിവൈഡഡ് ബൈ M2. ബി വെച്ച് പഠിക്കുന്നവർക്ക് ബി എടുക്കാം. ഇൻറ്റു എന്തായിരുന്നു? 1000 ഡിവൈഡഡ് ബൈ V. മൊളാരിറ്റി RITY. കേട്ടോ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, മൊളാരിറ്റി. ദെൻ മൊളാലിറ്റി എന്തായിരുന്നു? മൊളാലിറ്റി സ്മോൾ m ആണ്. എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. കേട്ടോ, ഓർത്ത് വെക്കുക. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ഗ്രാമിൽ എഴുതാൻ കാരണം ഗ്രാമിലാണെങ്കിൽ 1000 വരും. റെഡിമെയ്ഡ് ഇക്വേഷൻ വെക്കുന്നത് മിക്കപ്പോഴും ഇത് ഗ്രാമിലായിരിക്കും തരുന്നത്. അപ്പൊ W1 എന്താണ്? വെയിറ്റ് ഓഫ് സോൾവെന്റ്. W1 എന്താ? വെയിറ്റ് ഓഫ് സോൾവെന്റ്. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ chi A equal to Na divided by Na plus Nb. Then chi B equal to Nb divided by Na plus Nb. കിട്ടണോട്ടോ, നല്ല ഓർഡറിൽ. ഈ ചാപ്റ്റർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ പറ്റണം. അതാണ് കണ്ടന്റ്, അല്ലാതെ വായിക്കുന്നതല്ല കണ്ടന്റ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഒരു ലീനിയറിൽ ആയിട്ട് നിങ്ങൾക്ക് തോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം. അത് മാർക്ക് ആവില്ല, വെറുതെ ഒരു ബേസ് ആണ്. അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പഠിച്ചു നോക്കണം. ഇതിന്റെ എക്സ്ട്രീം ലെവലുള്ള 2 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും 3 ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചാൽ അവിടെ അത് ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് A പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് B ഈക്വൽ ടു 1. അപ്പൊ മോൾ ഫ്രാക്ഷൻ 0.7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ 1 ആയിരിക്കും. അതിൽ 0.3 അനദറും മറ്റേത് എന്തായിരിക്കും? 0.7. അങ്ങനെ ഒരു വ്യൂ ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ അത് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ A എന്ന് പറയുമ്പോൾ സോൾവെന്റ്, B എന്തായിരുന്നു? സോല്യൂട്ട്. ക്ലിയർ ആണോ? ടോപ്പിക് ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇത് പഠിച്ചു കഴിഞ്ഞ് നേരെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യണം. വേഗം ചെയ്തു കേട്ടോ. ഓർത്തതിന് ആൻസർ എങ്ങനെ ഉണ്ടെന്ന് പേജ് നമ്പർ 6 കേട്ടോ. ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 6. പേജ് നമ്പർ 6 അതിലെ 4th ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 6 അതിലെ 4th ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 6 അതിലെ 4th ക്വസ്റ്റ്യൻ. ആൻഡ് 6th ക്വസ്റ്റ്യൻ. അതാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, ബാക്കിയൊക്കെ വെറുതെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെഫിനിഷൻ ഒക്കെ ചോദിക്കുന്നതാണ്. പേജ് നമ്പർ 4ഉം പേജ് നമ്പർ 6. ഇൻഡിവിജ്വലി ചെയ്തിട്ട് തന്നെ കാണിക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് കഥ കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഈ ബുക്ക് എല്ലാ ക്ലാസ്സുകളിലും കൊണ്ടുവരണം കേട്ടോ. എല്ലാ ക്ലാസ്സിലും കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മുതൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പണിഷ്മെന്റ് തരും കേട്ടോ. ഓക്കെ, കൊണ്ടുവരാത്ത ആൾക്കാരെ കൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ പിന്നെ എന്ത് ചെയ്യും? ഫാൻ കൊണ്ടുവന്നില്ല, കൊണ്ടുവന്നില്ല, ചോക്ലേറ്റ് വാങ്ങിപ്പിക്കും, എല്ലാ പിള്ളേർക്കും കൊടുക്കണം അടുത്ത, അങ്ങനെ പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, ശരിയാക്കി കളയും. കൊണ്ടുവന്നല്ല, കൊണ്ടുവന്നോട്ടെ, ബുക്ക് കൊണ്ട് ആണോ? അത് ചോദിക്കും, വാങ്ങിക്കണോട്ടോ. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ കാണിക്കാന്നാ പറയുന്നത്. ഇവിടെ ആൻസർ ചെയ്യണം ഇവിടെ, ബാക്കിൽ നോക്കാതെ. ഫസ്റ്റ് 4ഉം 6. അല്ലാതെ ടോപ്പിക്ക് പഠിച്ചു, എളുപ്പമായി എന്നാ പിന്നെ വെറുതെ ഇരിക്കുക. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു കേട്ടോ. ഓർത്ത് നോക്കുക. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 11th ഉണ്ടായിരുന്നതാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ?
ക്വസ്റ്റൻ ഒന്നും എഴുതണ്ട അങ്ങനെ എഴുതിയാൽ മതി, സമയം ഒന്നും പറയണ്ട, വേഗം എഴുതും. ഇപ്പൊ ആൻസർ വേണം വേഗം ടപ്പ് കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതാണ് സ്പേസ് വിടുക കേട്ടോ. ഓക്കെ, നല്ല കാര്യമാണ്. കാരണം എന്താ, നമുക്ക് നമ്മൾ ചെയ്ത ക്വസ്റ്റിനെ കുറിച്ച് കിട്ടിയോ? ചെയ്യ്, എന്തായിരുന്നു കണ്ടെത്താൻ പറഞ്ഞ ചെയ്യൂലേ? ചെയ്ത് കിട്ടി, വെരി ഗുഡ്. കണ്ടോ, ഓർത്തോക്കെ ജെബിൻ ചെയ്തു അല്ലേ? ഓക്കെ, ഇവിടെ ആൻസർ കിട്ടി കേട്ടോ ഞങ്ങൾക്ക്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ബൈ വോളിയം അല്ലേ? ഓക്കെ, അവരെന്തായിരുന്നു ചോദിച്ചേക്കുന്നത്? മൊളാരിറ്റി 9 പോയിന്റ് എടുത്തു. വോളിയം എത്ര കിട്ടിയ? റൈറ്റ് ആണ് കേട്ടോ. ഇവിടെ ആൻസർ കിട്ടി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ബാക്കിലെ ആൻസർ റൈറ്റ് ആണ്, നോക്ക് ക്രോസ് ചെക്ക് ചെയ്തു. കേട്ടോ, ഫസ്റ്റ് ജൈവിന് ആൻസർ കിട്ടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് പെർസെൻറ്റേജ് കണ്ടു 9.8 എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതിന് മീനിങ് 9.8 ഗ്രാം പെർസെന്റിന് എത്രയായിരിക്കും? തനിക്ക് മാർക്ക് കിട്ടിയത് 80% എന്ന് പറഞ്ഞാൽ എത്രയില്ല? അതല്ലേ? അപ്പൊ 9.8% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9.8 ഗ്രാം പെർസെന്റിന് 100 ഗ്രാം സൊല്യൂഷൻ. അങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, വേഗം എഴുതുക, സ്റ്റേറ്റ്മെന്റ് എഴുതാം, അപ്പൊ എല്ലാം കിട്ടും. 9.8 ഗ്രാം പെർസെന്റിന് 100 ഗ്രാം സൊല്യൂഷൻ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയാത്താണെങ്കിൽ പറഞ്ഞുതരാം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഡെൻസിറ്റി ഈക്വൽ ടു എന്തായിരുന്നു? മാസ് ബൈ വോളിയം. മാസ് എത്ര കിട്ടിയത്? അതാണ് കിട്ടിയത്. ശ്രദ്ധിക്ക, പെർസെന്റേജ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയ ആൻസർ കിട്ടിയ? വോളിയം എത്രയാ? ഇത്രയും വരെ ശരിയാ. മാസം എത്രയാ? അതാണ് കേട്ടോ. കേട്ടോ, ജൈവിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ബാക്കിലൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിക്കാം, പെർസെന്റേജ് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നേക്കുന്ന അത് 9.8%, 10%, 20% ഇങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. എന്ന് എഴുതി വെച്ചാൽ എല്ലാവരും 9.8 ഗ്രാം പ്രസന്റിന് 100 ഗ്രാം സൊല്യൂഷൻ. പ്രസന്റിന് 100 ഗ്രാം സൊല്യൂഷൻ. അപ്പൊ 9.8 ഗ്രാം സോല്യൂട്ടും ബാക്കിയുള്ളത് സോൾവെന്റും ആണ്. അത് മിക്സ് ചെയ്യുമ്പോഴാണ് 100 ഗ്രാം കിട്ടുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ മാർക്ക് അല്ലെ? മാർക്ക് 80 മാർക്കാണ്. 80% കിട്ടി എന്ന് പറഞ്ഞാൽ എത്രയിലായിരിക്കും അത്? 100-ലല്ലേ? അപ്പോ ഓർത്തു നോക്കുക, ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ? 100. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം എന്നാണ്, വോളിയം ഓഫ് സൊല്യൂഷൻ എന്നാണ്. ഇപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു എന്ത് വരും? മാസ് എത്രയാ? 100 ബൈ ഡെൻസിറ്റി എത്രയാ നിൽക്കുന്നത്? അല്ലെ? ഡെൻസിറ്റി ഡി ഈക്വൽ ടു 100 ബൈ വി അല്ലെ? ഓർത്ത് നോക്കാം, വി ഈക്വൽ ടു എന്ത് വരും? മാസ് ബൈ ഡെൻസിറ്റി. അപ്പൊ 100 ബൈ 1.02 അല്ലെ? 1 പോയിന്റ് എത്രയാ വന്നേക്കുന്നത് ഡെൻസിറ്റി? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇനി W2 എന്തായിരുന്നു? W2 എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട്. എത്രയായിരുന്നു? 9.8 ഉണ്ടോ? ഓക്കെ, W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോല്യൂട്ട് ആണ്. ഞാൻ ഈ പറഞ്ഞിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ക്വസ്റ്റ്യനിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, 6 ചെയ്തു, അതാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്താലും മാർക്ക് ആവുള്ളൂ കേട്ടോ. ഒരു ടോപ്പിക് വായിക്കുന്നു, അല്ലാതെ ഇപ്പൊ മൊളാരിറ്റി ഒക്കെ പഠിക്കാനൊക്കെ എന്ത് എളുപ്പമാണ് അല്ലെ? അതിന്റെ എല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞാലാണ് അത് തീരുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ പഠിക്കണ്ട, ഇങ്ങനെ കാല് വെക്കുന്നത് നല്ല ഉറപ്പിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ടോപ്പിക് എന്താണോ പഠിച്ചത് അത് നല്ല ക്ലാരിറ്റിയിൽ അറിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് പോകാവൂ. എന്നിട്ട് നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനങ്ങ് തീർക്കണം, എന്നിട്ട് അടുത്തതിലേക്ക് പോയാൽ. അങ്ങനെ പഠിച്ച 10 ചാപ്റ്റർ ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തീർക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇത്രയും കോൺഫിഡന്റ് വരാനല്ലേ? നിങ്ങൾക്ക് 16 ചാപ്റ്റർ ആയിരുന്നു പ്ലസ് ടുവിൽ 2 വർഷം മുമ്പ്. ആ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചില ചാപ്റ്റേഴ്സ് ഈ 2 ചാപ്റ്റർ മതി ഈ എല്ലാ ചാപ്റ്ററിനും പിടിക്കാനായിട്ട്. എന്ന് പറഞ്ഞ് പി ബ്ലോക്ക് എത്തൂല, അത്രയ്ക്ക് വലിയ ചാപ്റ്റേഴ്സുകളായിരുന്നു. അതൊക്കെ പോയി. ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ഇതുപോലെ ഇങ്ങനെ പഠിച്ച് പോകണം ഓരോ ടോപ്പിക്കിന്റെ കേട്ടോ. ഓക്കെ, പരമാവധി.
കിട്ടിയ ആൻസർ അടുത്തതിന്റെ ഇതിന് കിട്ടിയില്ലേ? പെട്ടെന്ന് ക്യാൻസൽ ആയി പോകും വെറുതെ ചെയ്തേ. ഇതെന്താ ചെയ്യണേ എനിക്ക് അറിയണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ കിട്ടിയില്ലേ? എന്താ കിട്ടാത്ത? ആ ഇക്വേഷൻ മെയിൻ ഇക്വേഷൻ എഴുതിയില്ലേ? ആ വി വി ഈക്വൽ ടു എന്താ എഴുതി വെച്ചു? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡി ഈക്വൽ ടു എന്തായിരിക്കും? 100 ബൈ അല്ലേ വോളിയം. ഡി എത്രയായിരുന്നു? അപ്പൊ വി ഈക്വൽ ടു 100 ബൈ 1.02. അത് ഡൗട്ട് ഉണ്ടോ? വി ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഇത് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ എന്ത് വരും? W2 എത്രയായിരുന്നു? അത് അറിയില്ല, ഞാൻ പറയാം. W2 വായിച്ചേ. 9.8 സൊല്യൂഷൻ ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് 9.8 ഗ്രാം മൊളാരിറ്റി, 9.8 ഗ്രാം ഡിസോൾഡ് ഇൻ എ എന്തായിരുന്നു അല്ലേ? 9.8 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആരാണ് സൊല്യൂട്ട്? സൾഫ്യൂരിക് ആസിഡ്. എത്രയാണത്? W2 എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട്. W2 എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട്. N2 എന്താ? ഓഫ് സോല്യൂട്ട്. ഇതിലെവിടെയാ മോളാർ മാസ്? സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എഴുതുമ്പോ എങ്ങനെയാ വരിക എന്നൊന്ന് പറഞ്ഞേ. എങ്ങനെയാ ഇത്? 98 ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് പെട്ടെന്ന് കിട്ടും. ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര ടൈം പോകും? 10. താഴെയാണ് കേട്ടോ. 9.8 താഴെ ഇതല്ലേ? ആ 10 ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടിയോ? അടുത്ത തന്നെ കിട്ടി. അടുത്ത കിട്ടിയോ? രണ്ടാമത് ചെയ്തില്ലേ? കഴിയുമ്പോ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും. ബാക്കിൽ ആൻസർ കറക്റ്റ് ആണോ നോക്കിയോ? 10 അല്ലേ എടുത്തേക്കുന്നത്? എത്ര? 10. നേരത്തെ അതേ സ്റ്റൈൽ തന്നെ അല്ലേ? ഡെൻസിറ്റി ഇല്ലെന്നല്ലേ ഉള്ളൂ, ഡയറക്റ്റ് അല്ലേ? എത്രയൊക്കെ ആൻസർ വന്നു? എനിക്ക് ഫൈനൽ ആൻസർ തന്നെ കിട്ടണം കേട്ടോ, കാരണം ഇതൊക്കെ കുഞ്ഞു മാത്സാ. ദൈവമേ, മാത്സ് ഒന്നും അറിയില്ലേ? അവിടെ കിട്ടി, ഇവിടെ കിട്ടി. കറക്റ്റാ. ഒരു ഡിജിറ്റ് കൂടി പിടിച്ചോ. എവിടം വരെ എത്തി? ആദ്യത്തെ തന്നെ ആൻസർ കിട്ടിയാൽ മതി. ഇത് ഫസ്റ്റിന്റെ അതവിടെ നിൽക്കട്ടെ. കട്ട് ചെയ്ത എങ്ങനെയാ? ചെയ്യൂലേ? ഏതാണ്? എങ്ങനെ ചെയ്തെന്നൊന്ന് പറഞ്ഞ. എന്തിനാ അങ്ങനെ മാസ് ബൈ വോളിയം എടുത്തേ? വോളിയം കണ്ടെത്താൻ. അതൊക്കെ അല്ലേ? അപ്പൊ വോളിയം ഈക്വൽ ടു എത്ര കിട്ടി? അങ്ങനെ ചെയ്യണ്ട, അത് അപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാരും കൂടി ലാസ്റ്റാ ചെയ്യണ്ടേ കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? വോളിയം ഈക്വൽ ടു 100 ബൈ 1.02. നിർത്തിയോ? ഇനി മറ്റെന്തായിരുന്നു? മറ്റേ ഇക്വേഷൻ എഴുതി അതെഴുതാം. എന്നിട്ട് ചെയ്താൽ മതി. അടുത്ത കിട്ടിയ അടുത്തത് അല്ലേ? അത് അവിടെ വരെ എത്തിയല്ലോ. ഇനി അടുത്ത് തന്നെ കേട്ടോ. കിട്ടി, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അടുത്ത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, കിട്ടിയോളൂ. രണ്ടാമത് കിട്ടിയല്ല, കറക്റ്റ്. ഒരു ഡിജിറ്റ് കൂടി കണ്ടെത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. 2 ഡിജിറ്റ് ആ ഡിവിഷൻ.
W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോല്യൂട്ട്. അതറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ തന്നെ ചോദിച്ചാൽ മനസ്സിലായി ക്ലിയർ ചെയ്ത് കൊണ്ടേ. ടോപ്പിക്ക് ക്ലിയർ ചെയ്യണതാ. ടോപ്പിക് കഷ്ടമാണ് കേട്ടോ. അടുത്തത് എന്നിട്ട് ഞാൻ ചീത്തയൊന്നും പറയാറില്ലല്ലോ. അപ്പൊ അറിയില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണ്ടേ. W2 എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട് കേട്ടോ. ഇതിനകത്ത് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഉണ്ടോ. ഓക്കെ, ഒരു സോൾ ഉണ്ടാവില്ല ഒരു ക്വസ്റ്റൻ. അത് ആലോചിക്കണം. 9.8% ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ തന്റെ അടുത്ത് പറയാണ് താൻ കഴിക്കുന്ന ഫുഡ്, അതിൽ ഒരു ചോക്ലേറ്റ്, അതിൽ 10% ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ 100 ഗ്രാം ഉണ്ടെങ്കിൽ 10 ഗ്രാം ഷുഗർ ഉണ്ട്. അങ്ങനെയല്ലേ മനസ്സിലാക്കാം. അതുപോലെ ഇത് 9.8% സൾഫ്യൂരിക് ആസിഡ് ഇൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. വെള്ളത്തിൽ 9.8 ഉണ്ട്. അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി എന്താ? സോല്യൂട്ട്. സോല്യൂട്ട് ഏതാ? ചോക്ലേറ്റ്. ഞാനത് പറഞ്ഞത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. ഇത് 9.8 സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടോ. അപ്പൊ അതെന്താ? ബാക്കി എത്ര? വെള്ളമാണ് അല്ലെ. അതുപോലെ വലയ്ക്കാം. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് 9.8 എന്ന് പറഞ്ഞാൽ എന്താ? സോല്യൂട്ട്. സോല്യൂട്ട് കുറവ് ക്വാണ്ടിറ്റി അല്ലെ. ബാക്കി മുഴുവൻ എന്തായിരിക്കും? വെള്ളം, സോൾവെന്റ് അല്ലെ. ഓക്കെ, ടോട്ടൽ എത്ര ഉണ്ടാവും? 100. ഓക്കെ, ഇനി പറ W2 എന്ന് പറഞ്ഞ വെയിറ്റ് ഓഫ് സോല്യൂട്ട് എന്ന് പറഞ്ഞേ. ഇതാണ് W2 9.8 ഉണ്ടോ. ഓക്കെ, ഇനി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അതാണ് ഇത് നോക്കിയേ M2. അതേതായിരിക്കും? ഓക്കെ ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇനി വോളിയം. വോളിയം നമ്മളിവിടെ കണ്ടെത്തി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം കണ്ടെത്തുക കേട്ടോ. ഓക്കെ, 0.6 കിട്ടി അല്ലേ? മുന്നേ കിട്ടിയാ? ഒന്ന് കാണിച്ചു മറ്റേ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത എന്റെ കിട്ടിയ ആൻസർ. അപ്പൊ എത്ര? ഇതിൽ ആദ്യത്തെ ഡിജിറ്റ് വരെ കേട്ടോ, കാണിച്ചു കൊടുക്കണം കേട്ടോ. ഡിവിഷൻ ഡിജിറ്റ് കണ്ടെത്തുക കേട്ടോ. നോക്കട്ടെ വേഗം കണ്ടെത്തുക, അല്ലെങ്കിൽ ആ കളിയാക്കോട്ടോ. മാക്സ് കിട്ടിയില്ലെങ്കിൽ കേട്ടോ. ചെയ്തോ. സോൾവെന്റ്. W2 എന്താ? M2 എന്താ? മാസ് ഓഫ് ദ 2 കണ്ട സോല്യൂട്ട്. 2 കണ്ട സോല്യൂട്ട്. B കണ്ട സോല്യൂട്ട്. 2 എന്ന് പറഞ്ഞ 1 വന്ന A വന്ന കേട്ടോ. അപ്പൊ ഈ W1 വെയിറ്റ് ഓഫ് മൊളാലിറ്റി ഉണ്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 10% ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ 100 ഉണ്ട്. അതിൽ 10 ഗ്രാം എന്തായിരിക്കും? സോല്യൂട്ടും ബാക്കി എത്രയുണ്ട്? 90 ഗ്രാം എന്തായിരിക്കും? സോൾവെന്റ്. 90 ഗ്രാം ബാലൻസ് ഉണ്ടോ. അപ്പൊ അത് എഴുതി വെക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് എഴുതി വെക്കണം. W2 അതൊക്കെ കറക്റ്റാ. 180. W1 എന്തായിരിക്കും? 90. അതെങ്ങനെ വന്നു മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, പെർസെന്റ്. മറ്റേന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇത് എന്താണ് അല്ലെ? 90 ആയിട്ട് എടുക്കുന്നത്. എത്ര കിട്ടി? 0.6 കിട്ടിയോ? മനസ്സിലാക്കിയോ? ഞാൻ പറഞ്ഞത് ഇത്രയുള്ള ടോപ്പിക് കണ്ട അറ്റ്ലീസ്റ്റ് ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻ ചെയ്യണം. കറക്റ്റ്. അതെ, അത്രേ ഉള്ളൂ. എളുപ്പമായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ബാക്കി എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. താനൊന്ന് പറഞ്ഞേ. അതുകൊണ്ട് അയാൾ ചോദിച്ചോണ്ടിരിക്കുന്നു, സാറ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? 10% വെയിറ്റില് എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ ബാക്കി എത്രയുണ്ടാവും? ടോട്ടൽ എത്ര? 100 അല്ലേ. 100 10 ഗ്ലൂക്കോസ് ആണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? 90 എന്താ ഉണ്ടാവുക? ഗ്ലൂക്കോസ് എവിടേക്ക് ഇട്ടേന്ന് വെച്ച് നോക്കിയേ. വാട്ടർ. അപ്പൊ 90 ഗ്രാം വാട്ടർ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഇത് നോക്കിയേ. W2/M2. W2 ഇപ്പൊ എത്രയാ? 10 ഉണ്ടോ. ഓക്കെ, M2 എത്രയാ? 180.
then W1 എത്രയാ? W1 കാണാൻ പറ്റുന്നതാ. ഇത് W1 കാണാൻ പറ്റുന്നുള്ളത്. W1 ആ എന്തായിരിക്കും അത്? W1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോൾവെന്റ് കേട്ടോ. വെയിറ്റ് ഓഫ് സോൾവെന്റ്. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ചോദിച്ചോട്ടെ, എന്ത് കുഞ്ഞു കാര്യമായാലും നമ്മളത് ക്ലിയർ ചെയ്ത് പോവാ, വീട്ടിൽ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നോക്കിയാ ഫാസ്റ്റ് ആവണം. കാണുമ്പോൾ തന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുമ്പോൾ അത് അപ്രോച്ച് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ, അത് ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വരാത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ കാറ്റഗറിയിലേക്ക് ഇടണം. അതർവൈസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കണ്ടമാനം ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ഉരുക്കൂട്ടിക്കും, പേടിയാവും. ദൈവമേ ഇത് കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, അങ്ങനെ വരരുത്. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇന്ന ടൈപ്പാണ്, അങ്ങനെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ടോപ്പിക് കേട്ടോ. ഓക്കെ, ഇതില് എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് വേറെ എന്തൊക്കെ വരാം? കണ്ടോ, അയാൾ പറയാണ് 11th ടോപ്പിക് ഉണ്ടായി മൊളാരിറ്റിയും. 11th ആർക്കെങ്കിലും മൊളാരിറ്റി തരും, എന്നിട്ട് മോൾ ഫ്രാക്ഷൻ ചോദിക്കും. 11th ക്വസ്റ്റ്യൻ മോൾ ഫ്രാക്ഷൻ തരും, എന്നിട്ട് എന്ത് ചെയ്യും? മൊളാരിറ്റി. അതുകൂടി ഇയാൾ ചെയ്തു വെച്ചു. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ഓർത്തൊക്കെ പാസ്റ്റ് 10 ഇയർ ഇത്രേ ഉണ്ടായുള്ളൂ, പക്ഷെ വേണമെങ്കിൽ അത് കയറി വരാം. അതാണ് എക്സ്ട്രീം ലെവൽ ആ ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത ഹെഡിങ് എന്തായിരുന്നു? സോലിബിലിറ്റി. സോലിബിലിറ്റിയുടെ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? പറഞ്ഞു പഠിച്ചോ? അല്ല, അതിനു മുമ്പ് ഒരു സാധനം ഉണ്ട്, കുഞ്ഞു ഹെഡിങ്, അതൊന്ന് അറിഞ്ഞു നോക്കണം. അല്ല, അതിനു മുമ്പ് സോളിഡ് ഇൻ ലിക്വിഡ്. എന്തായിരുന്നു? സോളിഡ് ഇൻ ലിക്വിഡ്. അതില് 2 ഹെഡിങ്സ് 3 പോയിന്റ് ഉള്ളൂ. ആ 3 പോയിന്റിൽ ലാസ്റ്റത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. അതിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഡിസൊല്യൂഷൻ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നു, അതിലിങ്ങനെ ഷുഗർ ഇട്ട് ഡിസോൾവ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് എന്ത് വിളിക്കും? ഡിസൊല്യൂഷൻ. ഡെഫിനിഷൻ എങ്ങനെ പറയും? സോല്യൂട്ട് ഡിസോൾഡ് ഇൻ എ solvent and concentration increases. വോളിയം കൂടില്ലല്ലോ, concentration increases. That process is known as dissolution. ഡിസൊല്യൂഷന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശരിയാ, ആരെങ്കിലും പറ. ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് റീക്രിസ്റ്റലൈസേഷൻ. എന്താണ്? റീക്രിസ്റ്റലൈസേഷൻ അല്ലെ? നല്ലോണം ഡിസോൾവ് ആയി, ഷുഗർ കുറെ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ നിറച്ചു വെച്ചേക്കുന്നു. ഋതിക്കിന് ഇഷ്ടമായില്ല. ഋതിക്ക് പറഞ്ഞു എനിക്ക് ആ ഷുഗർ തിരിച്ചു വരണം, അല്ലെങ്കിൽ സാറിനെ ഞാൻ ശരിയാക്കും. ഞാൻ പേടിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യും? പറ. ചൂടാക്കും അല്ലെ? നന്നായിട്ട് ചൂടാക്കും. ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. വെള്ളം പോയി കഴിഞ്ഞ് എന്ത് പറ്റും? നന്നായിട്ട് അല്ലെ വേപ്പർ പോയി കഴിഞ്ഞിട്ട് അത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പതുക്കനെ അത് ഇങ്ങനെ സെറ്റിൽ ഡൗൺ ആവും അല്ലെ? പതുക്കനെ ഇങ്ങനെ ക്രിസ്റ്റലായി ആ ഷുഗർ ഇങ്ങനെ താഴെ ഇങ്ങനെ വന്ന് നിൽക്കും. അതാണ് റീക്രിസ്റ്റലൈസേഷൻ. അത് വായിക്കാം. ഇനി അതിൽ ഒരു പോയിന്റ് കൂടി, ഈ പോയിന്റിനോടൊപ്പം തന്നെ കണക്ട് ചെയ്യുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ്? ഇന്ന് വന്നിട്ടില്ല, എന്നാലും അറിയണം. എന്താണ്? നോ മോർ സോല്യൂട്ട് അല്ലെ? ഡിസോൾഡ് ഇൻ എ സൊല്യൂഷൻ. ആ സിറ്റുവേഷൻ ആണ് എന്ത്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ ഇന്റർ മോളിക്കുലർ സ്പേസിലേക്കാണ് ഇത് ഡിസോൾവ് ചെയ്യുന്നത്. അത് മുഴുവൻ ഫില്ലായി പോകും. അത് സിറ്റുവേഷൻ ആണ് സാച്ചുറേഷൻ. ലാസ്റ്റ് പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോല്യൂബിലിറ്റി ഇൻക്രീസസ്. ബ്രാക്കറ്റ് ഒരു സംഭവം എഴുതും. എന്തായിരുന്നു അത്? എൻഡോതെർമിക്. ബ്രാക്കറ്റ് എന്ത് എഴുതണം? എൻഡോതെർമിക്. ആ ചോദ്യം എങ്ങനെ ഉണ്ടാക്കും അവന്മാര് തരുമ്പോൾ ഡെൽറ്റ എച്ച് -10, ഡെൽറ്റ എച്ച് +10, ഇതിൽ ഏതായിരിക്കും ഇതിൽ ഈക്വൽ ആയിട്ട് വരുന്നത്? മൈനസ് ആണോ പ്ലസ് ആണോ? എൻഡോതെർമിക്. മൈനസ് വന്ന എക്സോതെർമിക് എന്ന് കൂട്ടി പറഞ്ഞേ. മൈനസ് വന്ന എക്സോതെർമിക് കേട്ടോ. ഓർത്തോക്ക, മാറിപ്പോകരുത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് കേട്ടോ. മൈനസ് വരുമ്പോ എന്താ പറയുന്നത്? പേപ്പർ കത്തിക്കുമ്പോ പേപ്പറിന് ഒരു എനർജി ഉണ്ട് അല്ലെ? ആ എനർജി പുറത്തേക്ക് പോകും. പേപ്പർ ദേഷ്യവും എന്റെ എനർജി ഒക്കെ പോയി. എനർജി പോയി കഴിയുമ്പോ എന്താ? പുറത്തേക്ക് പോയില്ലേ? പിന്നെ കിട്ടുന്ന ആഷിന് എനർജി കുറവായിരിക്കും അല്ലെ? അപ്പൊ ഹീറ്റ് ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അതിനെന്താ വിളിക്കുന്നത്? എക്സോ തെർമിക്. അപ്പൊ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ ഡെൽറ്റ എച്ച് ഹൈലി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സാധനമാണ് കേട്ടോ. ഓക്കെ, ഒരു സബ്സ്റ്റൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ, ഈ പെയിന്റ് വാർണിഷ് അങ്ങനെയുള്ള സാധനത്തിന് പോലത്തെ ഡെൽറ്റ എച്ച് വലിയൊരു വാല്യൂ മൈനസ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? അത് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഓർത്തുക, ഇപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ് മീൻസ് എക്സോതെർമിക്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് മീൻസ് എൻഡോതെർമിക്. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ് തന്നിട്ട് അവന്മാര് ഏതെങ്കിലും സോൾട്ട് ഇടും. അമോണിയം ഓക്സിലേറ്റ് ഡിസോൾഡ് ഇൻ എ സൊല്യൂഷൻ. അമോണിയം ഓക്സിലേറ്റ് വെറുതെ പറഞ്ഞാൽ ഒരു സോൾട്ട് അതുപോലെ എന്തെങ്കിലും തരും. എന്നിട്ട് ഡെൽറ്റ എച്ച് അവിടെ ഒരു വാല്യൂ തരും. എന്നിട്ട് അവർ ചോദിക്കും അബൌട്ട് ദീസ് സോൾട്ട് ഡിസോൾഡ് ഇൻ എ ഇത്. എന്നിട്ട് അവർ പറയും ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡിസൊല്യൂഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ആൻഡ് വൈ. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അപ്പോ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡിസൊല്യൂഷൻ ഓൾസോ
ഇൻക്രീസസ്. അതാണ് അതിന്റെ മാക്സിമം ലെവൽ ആയിട്ട് വെറൈറ്റി ആയിട്ട് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ടോപ്പിക് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്തായിരുന്നു? ഹെൻറീസ് ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. എന്തായിരുന്നു ഹെൻറീസ് ലോ? ഒരു ഓർക്കനെ പറയാത്ത കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ solubility of a gas in liquid directly proportional to mole fraction എന്ന് പറയാം or partial pressure കേട്ടോ. രണ്ടും റൈറ്റ് ആണ്. ഇക്വേഷൻ എന്തായിരുന്നു? P equal to KH into X കേട്ടോ. P equal to KH into X. P equal to KH into X കേട്ടോ. KH എന്തായിരുന്നു? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. X എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ എന്താണ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ എന്താണ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എടുത്ത് പോകട്ടോ. ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ബുക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ കേട്ടോ ഞാൻ പണിഷ്മെന്റ് വരും. ബുക്കും ടെക്സ്റ്റ് ബുക്കും വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു പോകുള്ളൂ. ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകും കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ ഇപ്പൊ ഇതുപോലുള്ളതൊക്കെ കൊണ്ടുവരാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ചെയ്യാം കേട്ടോ. Thinking that